പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോടെന്ന കൊച്ചു ഗ്രാമത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമുണ്ട്. പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിച്ച റാണി ജോൺ എന്ന സഹോദരിയുടെ കുടുംബം. ദിവ്യകാരുണ്യത്തോടുള്ള അതിയായ സ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയത്തിനുടമയാണ് റാണി ജോൺ എന്ന ഈ സഹോദരി. ബാല്യം മുതൽ ഇന്നോളം ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹത്തിൽ വളരുവാനും ജീവിക്കുവാനും ഇവർക്ക് കഴിഞ്ഞു. വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുന്ന ആദ്യ നിമിഷം മുതൽ വയ്ക്കുന്ന ഓരോ ചുവടുകളും മാലാഖമാരെ എണ്ണുമെന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ കണ്ടു പരിശുദ്ധ അമ്മ ദേവാലയത്തിൻ്റെ ആനവാതിൽക്കൽ ഇരു കരങ്ങളും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളില്ല, ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത സമയങ്ങളുമില്ല. കുഞ്ഞെ, വിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പാപം ഈ ലോകത്ത് നിന്ന് നീങ്ങിപ്പോകും. ഈശോ ഉറപ്പേകിയിട്ടുണ്ട്. അത് സത്യമായിട്ടും സംഭവിക്കട്ടെ. കുർബാനയുടെ സ്ത്രീയാണ് പരിശുദ്ധ അമ്മ. കുർബാനയുടെ അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. വിശുദ്ധ കുർബാനയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ അല്പമെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയെ ആരാധിച്ച് ഞാൻ ദേവാലയത്തിൽ കഴിഞ്ഞുകൊള്ളാം. ഒരു കരടായിട്ടെങ്കിലും ദിവ്യകാരുണ്യ ഈശോയുടെ കുസ്തോതിയിലാണല്ലോ ഈശോയെ സൂക്ഷിക്കുന്നത്, സക്രാരിയിൽ. ഞാൻ അവിടെ ഇരുന്നുകൊള്ളാം. അങ്ങയുടെ അരികിലിരുന്ന് അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങയുടെ അൾത്താരയെ, ബലിയർപ്പിക്കുന്ന അൾത്താരയെ അലങ്കരിക്കുന്ന ഒരു മുത്തായിട്ടോ ഒരു പൂവായിട്ടോ ഒരു ചെറിയ കണികയായിട്ടോ മാറാൻ സാധിച്ചാൽ അതിനേക്കാളും വലിയ അനുഗ്രഹം എന്താ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച ആ നാളുകളിൽ ഇതേ ബോധ്യങ്ങൾ, ഇതേ ചിന്ത ഒരു വൈദികന് ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ചതും അദ്ദേഹം അതൊരു ഗാനമായി എഴുതിയതൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അതുപോലെ തന്നെ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരു ദിവസം പരിശുദ്ധ അമ്മ വൈദികർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തന്നു. മോളെ, വൈദികർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ പൗരോഹിത്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് നിനക്കറിയോ? ഒരു വൈദികൻ നടന്ന് നീങ്ങുന്ന വഴികളിൽ കമിഴ്ന്നു കിടന്ന് ചുംബിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ അമ്മ എന്ന് അമ്മ പറഞ്ഞു തന്നു. വൈദികരെ അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. വൈദികരെയൊക്കെ കാണുമ്പോൾ അമ്മ കാണുന്നത് ഈശോയെ കാണുന്നത് പോലെയാണ്. നിനക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന വൈദികരെ ഒരിക്കലും കുറ്റം പറയരുതെന്നും അവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമെന്നും അവരുടെ വിശുദ്ധിയുടെ സമർപ്പണത്തെ കാരാഗ്രഹത്തിലാക്കുന്ന തിന്മയുടെ ശക്തികളെ ഉന്മൂലനം ചെയ്യാൻ പരിഹാര കുർബാനകൾ അർപ്പിക്കണമെന്നൊക്കെ സന്ദേശത്തിലൂടെയും അല്ലാതെയും മാതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കൽ പരിശുദ്ധ അമ്മ ഒരു കാര്യം കാണിച്ചു തന്നു. ഒരു ബോക്സ് എൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എന്നോട് അത് തുറക്കാൻ പറഞ്ഞു. ഞാനത് തുറക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് സാധിച്ചില്ല. അമ്മ പറഞ്ഞു, അത് തുറക്കാൻ കഴിയുമെന്ന് മോള് വിശ്വസിക്കുന്നവരെയൊക്കെ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ കുറേ പേരെ വിളിച്ചു. അതിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരുണ്ട്, ആരോഗ്യം കൊണ്ട് അത് സാധിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ട്. അവരൊക്കെ വന്നിട്ടും ആ ബോക്സ് തുറക്കാനായിട്ട് സാധിച്ചില്ല. പരിശുദ്ധ അമ്മ തന്നെ തുറക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. മാലാഖമാരെ കൊണ്ട് നോക്കിയിട്ട് സാധിച്ചില്ല. ഇനി എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാനൊരു വ്യക്തിയെ വിളിക്കാം. അമ്മ വിളിച്ചു കൊണ്ടുവന്ന വ്യക്തി ഒരു വൈദികനായിരുന്നു. ലോകദൃഷ്ട്യ ബലഹീനനാണെന്ന് കുറ്റം വിധിക്കുന്ന ഒരു വൈദികൻ. ആ വൈദികൻ വന്ന് ആ ബോക്സിനെ ഒന്ന് തൊട്ടതേയുള്ളൂ. ആ ബോക്സ് തുറന്നപ്പോൾ കണ്ടത് എന്താണെന്നോ? അലങ്കരിക്കപ്പെട്ട സ്വർഗീയ സൗഭാഗ്യങ്ങളുടെ ഒരു മുന്നാസ്വാദനമായിരുന്നു ആ ബോക്സിനകത്ത്. പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നു, കുഞ്ഞെ, വിശുദ്ധ കുർബാനയാണിത്. ഇത് കുർബാനയോട് ഉപമിക്കാൻ പറ്റില്ല, പക്ഷെ നിനക്ക് മനസ്സിലാകാൻ പറഞ്ഞു തരാം. ഏത് ബലഹീനനായ ഒരു വൈദികനാണെങ്കിലും ബലിയർപ്പിക്കുമ്പോൾ ആ ബലഹീനനായ വൈദികൻ്റെ കരങ്ങളിലിരിക്കുന്ന വെളുത്ത ഓസ്തിയിൽ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അനുസരണയോടെ എഴുന്നള്ളി വരുന്ന
പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ സഹവാസവും ദിവ്യകാരുണ്യവും നൽകുന്ന മഹാത്ഭുതത്തേക്കാൾ വലിയ അത്ഭുതം ലോകത്തോ വരാനിരിക്കുന്ന ലോകത്തോ നിനക്ക് ദർശിക്കാനില്ല. വിശുദ്ധ കുർബാന എന്നാൽ ഒരു വൈദികൻ്റെ കരങ്ങളിൽ ഒതുങ്ങുന്ന ദിവ്യകാരുണ്യ സ്നേഹമാണെന്നും ആ ദിവ്യകാരുണ്യം നൽകാൻ വൈദികർക്ക് മാത്രമേ പറ്റൂ എന്നും സ്വർഗത്തെ തുറന്ന് ദൈവത്തെ ഇറക്കിക്കൊണ്ടുവരുന്ന കൂദാശയാണ് വിശുദ്ധ കുർബാന എന്നും ഈ മഹാത്ഭുതം സാധിക്കുന്നത് വൈദികൻ എന്ന സ്വർഗത്തിൻ്റെ താക്കോലിലൂടെയാണെന്നും പരിശുദ്ധ അമ്മ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുന്നു. ഈ അനുഭവം പങ്കുവച്ചിട്ട് ഒരു വൈദികൻ അതൊരു ഗാനമാക്കിയതൊക്കെ ഞാൻ ഓർക്കുകയാണ്. വൈദികർക്ക് അത്രയ്ക്കും വിലയുണ്ട്. വൈദികർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണമേ. അങ്ങനെ കഴിഞ്ഞിരുന്ന നാളുകളിലാണ് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ധ്യാന സെൻറ്ററിൽ നിന്ന് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കണമെന്ന വിളിയെക്കുറിച്ചോർത്ത് പ്രാർത്ഥനാ നിരതയായിരുന്നു ഞാൻ. ആ സമയം അവിടെ പറയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഈശോ ബോധ്യം തന്നപ്പോൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് തന്നൊരു ബോധ്യവും കൂടെ ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. സങ്കീർത്തനം 31:19 പറയുന്നു, കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്രയോ വിപുലമാണ്. അവിടുന്ന് അവ തൻ്റെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു. തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു. ഈ വചനം ധ്യാനിക്കാൻ ഈശോ പറഞ്ഞു. ആ വചനം ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈശോ തന്ന ബോധ്യം ഇതാണ്: കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വിപുലമാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നത് എത്രയോ സത്യമാണ്. ആ അനുഗ്രഹമാണല്ലോ ദിവ്യകാരുണ്യം. അത് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുക. ഈശോയെ സ്നേഹിക്കുന്ന മക്കൾ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ബലിയർപ്പണത്തിന് ചെല്ലുമ്പോൾ അവിടുന്ന് ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ സമ്മാനം, ആ സ്നേഹ സമ്മാനം പരസ്യമായി അവിടുന്ന് ഭക്തർക്ക് നൽകുന്നു. അവിടുന്ന് അഭയം പ്രാപിക്കുന്നവർക്ക് നൽകുന്നു. വിശുദ്ധ കുർബാന കർത്താവിൻ്റെ ഭക്തർക്കുള്ള ഒരു തിരുപ്പാധേയമാണ്. ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ദൈവം നൽകുന്ന പൊതിച്ചോറാണ്, തിരുപ്പാധേയമാണ് വിശുദ്ധ കുർബാന. അതല്ലേ നമ്മൾ പഠിക്കുന്നത്? ഏലിയ പ്രവാചകൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് ഈശോ അന്ന് ബോധ്യം തന്നു. ഏലിയ പ്രവാചകൻ ജെസബേൽ രാജ്ഞിയെ ഭയപ്പെട്ടിട്ട് ബേർഷബയിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു വാടാമുൾ ചെടിയുടെ താഴെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവേ, മതി, എനിക്ക് മതിയായി, എൻ്റെ ജീവൻ തിരിച്ചെടുക്കണം, എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചങ്ങനെ ഉറങ്ങിപ്പോയ സമയത്ത് ഒരു ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഏലിയ പ്രവാചകനെ തട്ടി ഉണർത്തി വിളിച്ചിട്ട് പറഞ്ഞു, ഏലിയ, എഴുന്നേറ്റ് അപ്പം ഭക്ഷിക്ക്. പ്രവാചകന് ദൂതൻ വഴി ദൈവമായ കർത്താവ് എത്തിച്ചു കൊടുത്ത അപ്പവും വെള്ളവും ഭക്ഷിക്കാൻ ദൂതൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും അത് ഭക്ഷിച്ചിട്ട് കിടന്നപ്പോൾ ദൂതൻ ഏലിയ പ്രവാചകനോട് പറയാ, എഴുന്നേൽക്ക്, അപ്പം ഭക്ഷിക്ക്, അല്ലെങ്കിൽ നിനക്ക് ഇനിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുമെന്ന്. ഏലിയ പ്രവാചകൻ അപ്പം ഭക്ഷിച്ചു, പാനീയം കുടിച്ചു. വീണ്ടും അവിടുന്ന് 40 ദിനരാത്രങ്ങൾ ഓടി മലമുകളിലെത്തി, ഹോറബിലെത്തി. എന്നിട്ട് ഈ അധ്യായം ബൈബിൾ ഭാഗം വായിച്ചിട്ട് ഈശോ പറഞ്ഞു തരുമായിരുന്നു, മോളെ, നിൻ്റെ ജീവിതത്തിലും ഈ ലോകം മുഴുവനിലുള്ള എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ പൊതിഞ്ഞു സൂക്ഷിക്കേണ്ട ഒരു അപ്പമുണ്ട്, ഒരു പൊതിച്ചോറുണ്ട്. അതാണ് ദിവ്യകാരുണ്യം. അത് നിങ്ങൾ ഭക്ഷിക്കണം അനുദിനം. നിങ്ങളുടെ ജീവിത യാതനകൾക്കിടയിലും അത് ഭക്ഷിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യമായ ഹോറബിലെത്താൻ നിങ്ങൾക്ക് പറ്റുക. നിങ്ങളുടെ വിശപ്പും ദാഹവും മാറ്റി ദുഷ്കരമായ മനുഷ്യജീവിതത്തെ അതിജീവിച്ചുകൊണ്ട് ദിവ്യകാരുണ്യം സ്വീകരിച്ച് ഹോറബിൻ്റെ മുകളിലെത്തി സ്വർഗം പ്രാപിക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കണം. അതാണ് വിശുദ്ധ കുർബാന എന്ന്. അതോടൊപ്പം തന്നെ ഈശോ പറഞ്ഞു, ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ എഴുതിയിട്ടില്ലേ,
പിതാവായ ദൈവം തൻ്റെ സമ്പന്നതയുടെ സമൃദ്ധിയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. അതും വിശുദ്ധ കുർബാനയാണ്. പിതാവായ ദൈവം തൻ്റെ സമ്പന്നതയുടെ സമൃദ്ധി, അതാണ് യേശുക്രിസ്തു. പിതാവിൻ്റെ സമ്പന്നത എന്താ? സ്നേഹമാണ്. പിതാവിൻ്റെ സ്നേഹം എന്താ? പുത്രനാണ്. പുത്രൻ്റെ സ്നേഹം എന്താ? ദിവ്യകാരുണ്യമാകാനുള്ള സ്നേഹമായിരുന്നു. പാപത്തെ വെറുത്തുപേക്ഷിച്ച്, പാപത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച് അവിടുന്ന് സൃഷ്ടിച്ച മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് കുർബാനയിൽ അവിടുന്ന് എടുത്തുകാട്ടി. ബലിയായി കാൽവരിയിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അതെ, പിതാവായ ദൈവത്തിൻ്റെ സമ്പന്നതയുടെ സമൃദ്ധി, സ്നേഹത്തിൻ്റെ സമൃദ്ധി പുത്രൻ വഴി ലോകത്തിലേക്ക് അയച്ചത്. ലോകത്തിൽ പുത്രൻ സ്ഥാപിച്ചു വാളും തൂലകയുമില്ലാതെ സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാകുന്ന ദിവ്യകാരുണ്യം. അത് മക്കൾക്ക് നൽകി, മക്കളോടൊപ്പമായിരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട്, അകത്തിൻ്റെ അകലങ്ങളെ കണക്കിലെടുക്കാതെ അടുത്തിരിക്കാനല്ല അകത്തിരിക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് കൽപ്പച്ചരുடைய വചനത്തിൻ്റെ പൂർണ്ണത അവിടുന്ന് ദിവ്യകാരുണ്യത്തിൽ നിർവഹിച്ചു. വചനം വായിക്കണം മക്കളെ. വചനമാണ് ദിവ്യകാരുണ്യം. ദിവ്യകാരുണ്യ ഈശോ വചനമാണ്. വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുമെന്ന് സങ്കീർത്തകൻ പറയുന്നു. വചനത്തിൻ്റെ ചുരുളഴിഞ്ഞ് സത്യമായും വചനം മാംസം ധരിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന. ഇതൊന്നും എൻ്റെ അറിവിൽ നിന്ന് പറയുന്നതല്ല, ഈശോ തന്ന ബോധ്യങ്ങളും പരിശുദ്ധ അമ്മ തന്ന സന്ദേശങ്ങളുമാണ്. പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്, മക്കളെ, പരിഹാര കുർബാന അർപ്പണം നടത്തണം. മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തണം. അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തു പോയ തെറ്റുകൾക്ക് പരിഹാരം അർപ്പിക്കാനുള്ളത് ഈശോയുടെ ബലി മാത്രമാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി ബലിയർപ്പണം നടത്തുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് ഈശോയുടെ തിരുശരീര രക്തത്തിൻ്റെ സൗഖ്യവും പാപക്കറകളിൽ നിന്നുള്ള മോചനം കിട്ടുമെന്ന് പരിശുദ്ധ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഈശോയുടെ ശരീരത്തെക്കാൾ ഉപരി മറ്റെന്താണ് നമുക്ക് വിലമതിക്കാനുള്ളത്? ഈ ലോകം മുഴുവൻ നേടിയാലും ദിവ്യകാരുണ്യ സ്നേഹത്തിൽ അലിയാത്ത മനുഷ്യൻ്റെ ജീവിതം അപൂർണമായിട്ട് തന്നെ നിലനിൽക്കും. കാരണം ക്രൈസ്തവൻ്റെ ജീവിതം, ക്രിസ്ത്യാനിയുടെ ജീവിതം സഭാത്മകമാണ്. സഭയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധ കുർബാന. പരിശുദ്ധ അമ്മ തന്നിട്ടുള്ള 51 സന്ദേശങ്ങളിലും അമ്മ എടുത്തു പറയുന്ന കാര്യമാണ് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി വർദ്ധിപ്പിക്കാനായിട്ട്. ഈ കാലഘട്ടത്തിൽ കുർബാനയും കുമ്പസാരവും മറ്റു കൂദാശകളും മാധ്യമങ്ങളുടെ ആഘോഷങ്ങളാകുമ്പോൾ മാധ്യമ ചർച്ചകൾക്ക് ഇരുന്നു കൊടുക്കാതെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുകുത്താൻ സഭാമക്കൾ പഠിക്കണം. അധികാരികൾ അതിന് സഭാമക്കളെ ഉത്ബോധിപ്പിക്കണം. കൊടിയേന്തി ഈ തെരുവീതിയിലൂടെ നടന്നുകൊണ്ട് മാത്രമായില്ല, നമ്മുടെ വികാരപ്രകടനങ്ങൾ കൊണ്ടായില്ല. ശരിയായ വിശ്വാസത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക്, സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന അനുഭവത്തിലേക്ക്, പരിശുദ്ധ കുർബാന എന്ന മഹാസത്യത്തിലേക്ക്, അനന്തമായ കാരുണ്യത്തിലേക്ക്, അതിനേക്കാൾ വലിയൊരു സത്യമില്ലെന്ന് മനുഷ്യമക്കളെ പഠിപ്പിക്കേണ്ട ആധികാരിക പ്രബോധനങ്ങളുടെ മൂല്യം പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ പരിശുദ്ധ അമ്മയുടെ പ്രകാശത്തിൻ്റെ പാപ്പയായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയിലൂടെ ലഭിച്ച ആധികാരിക പ്രബോധനത്തിൻ്റെ മൂല്യങ്ങൾ ലോകത്തിന് കൊടുക്കണം. സഭാപിതാക്കന്മാർ, മാർപ്പാപ്പമാർ എല്ലാം വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചാക്രിക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. പരിശുദ്ധ അമ്മ ഇവിടെ നൽകിയ സന്ദേശത്തിലും തിരുച്ചിത്രത്തിൻ്റെ വെളിപ്പെടുത്തലിലുമെല്ലാം പറഞ്ഞു, എൻ്റെ പാപ്പ, പ്രകാശത്തിൻ്റെ പാപ്പ നൽകുന്ന വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ആധികാരിക പ്രബോധനം നിങ്ങളെ പ്രബുദ്ധരാക്കട്ടെ എന്ന്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. ബലിയർപ്പണം എന്താണെന്ന് ലോകമക്കൾക്കറിയണം. പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളുടെ വാക്കുകളിൽ പറഞ്ഞാൽ, വിസർജന കുഴിയേക്കാൾ നാറുന്ന ലോകത്ത് അമൂല്യമായ സുഗന്ധം പരുത്തിക്കൊണ്ട് വിശുദ്ധിയുടെ നിറകുടമായി ഉയരുന്ന വിശുദ്ധ കുർബാന എന്ന സത്യം ലോകമക്കളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചാൽ ലോകത്തെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ലോകശത്രുക്കളെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും. യുദ്ധങ്ങൾ ഒഴിവാകും, അക്രമങ്ങൾ ഒഴിവായി പോകും. പിശാചിൻ്റെ തന്ത്രങ്ങളൊന്നും ഇവിടെ വിജയിക്കില്ല. കാരണം ഏറ്റവും ശക്തനായവൻ ബലിയിലൂടെ മനുഷ്യ മക്കളിലേക്ക് വരുന്നുണ്ടെന്ന് സത്യമറിഞ്ഞ് ബലിപീഠത്തിനരികിലേക്ക് അനേകർ ഓടിയണയണമേ. ബ്ലാക്ക് മാസ് സെൻറ്ററുകൾ അടച്ചുപൂട്ടാൻ പ്രാർത്ഥിക്കണമേ. ആരാധനാലയങ്ങൾ തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കണമേ.
യൂറോപ്യൻ ഐക്യനാടുകളിൽ അടച്ചുപൂട്ടപ്പെട്ട ദേവാലയങ്ങൾ മദ്യഷാപ്പുകൾക്ക് വിട്ടുകൊടുത്തതോർത്ത് നൊന്തു കരയാൻ ഈശോയുടെ ദിവികാരുണ്യ ഭക്തിയുള്ളൊരു കുഞ്ഞ് ഈ കേരളത്തിലുണ്ടെങ്കിൽ, എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ, ചങ്കുപൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് ബലിപീഠത്തിൻ്റെ അരികിലേക്ക് അണയണമേ എന്ന് കണ്ണുനീരോടെ ഞാൻ ആവർത്തിക്കുകയാണ്. ദിവ്യകാരുണ്യമെന്ന മഹാസത്യം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിക്കപ്പെടുന്നത് പോലെ അത് മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ലോകം പ്രാർത്ഥിക്കണം. സഭ ഉണരണം. ഉറങ്ങി വിശ്രമിക്കാൻ ഇനി നമുക്ക് സമയമില്ല. കാലം അല്പം മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങണം. നമ്മൾ എണ്ണത്തിൽ കുറഞ്ഞതാണെന്ന് ചിന്തിച്ചിരിക്കരുത്. ഒരു അധികാരികളുടെ മുമ്പിലും ദിവ്യകാരുണ്യ ഭക്തർ തോറ്റുകൊടുക്കരുത്. എല്ലാ അധികാരവും കീഴ്പ്പെട്ടിരിക്കുന്നു ദിവ്യകാരുണ്യ രാജാവായ ഈശോയുടെ തിരുമുൻപിൽ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാൻ സമയമില്ലെന്നറിയാം, എങ്കിലും ഞാൻ പറയട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, അനന്തതയുടെ അടിയറയിൽ അനാദികാലം മുതൽ സൂക്ഷിക്കപ്പെട്ട സ്നേഹം, ഗോതമ്പ് മണിയായിട്ട് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ വചനമായ ദൈവം ഈ ലോകത്തിലെ വന്നു പിറന്നു. ഇവിടെ ഈ ലോകത്തിൽ വന്ന് പിറന്ന ഈശോ ഈ ലോകത്തിൻ്റെ ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ടു. രഹസ്യജീവിതവും പരസ്യജീവിതവും പാടുപീഡകളും നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഈ ലോകത്തിൽ ജീവിച്ച കർത്താവ് ഗെത്സേമനയിൽ വെച്ച് കൊയ്തെടുക്കപ്പെട്ടു. അനേകരുടെ ശരങ്ങളാലും വാക്കുകളാലും ചിന്തകളാലും ദുർബുദ്ധിയാലും. അത് രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഗെത്സേമനയിൽ വെച്ച് കൊയ്യപ്പെട്ട ദൈവമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ ശരീരം കാൽവരിയിലേക്ക് ഗെത്സേമനി മുതൽ ഗാഗുൽത്ത വരെ, പീലാത്തോസിൻ്റെ അരമന മുതൽ ഗാഗുൽത്ത വരെ വലിച്ചിഴയ്ക്കപ്പെട്ടു, ചവിട്ടി മെതിക്കപ്പെട്ടു. അതെ, കാൽവരിയിൽ വെച്ച് 3 ആണികളിൽ മരക്കുരിശിൽ ദൈവസ്നേഹത്തിൻ്റെ ബോർമയിൽ ആ ശരീരം വെന്തിരിഞ്ഞു, അപ്പമായി. അതാണ് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം. എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ വന്നു നിൽക്കുന്ന ദിവ്യകാരുണ്യ ഈശോ, അനാദിയിലെ പ്രവാചകരിലൂടെ പ്രവചിക്കപ്പെട്ട ദിവ്യകാരുണ്യ ഈശോ, ഇമ്മാനുവേലായ ദിവ്യകാരുണ്യം. മത്തായി ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് പോലെ, എഴുതി വച്ചിരിക്കുന്നത് പോലെ, കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ വസിക്കുന്നു. ആ ദൈവം നമ്മുടെ ഇടയിലുണ്ട്, അദൃശ്യനായിട്ടല്ല, ദൃശ്യനായി തന്നെ. നമ്മുടെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ പൊതിച്ചോറായി വരുന്ന ദൈവം, ആത്മീയതയുടെ അപ്പമായി ആത്മാവിനെ പോഷിപ്പിക്കുന്ന ദൈവം, ശരീരത്തിൽ അലിഞ്ഞുകൊണ്ട് ശരീരത്തെ ഏറ്റെടുക്കുന്ന ദൈവം, ചങ്ക് തുളയുന്ന യാതനകൾക്ക് മുൻപിൽ ചങ്ക് തുളയ്ക്കപ്പെട്ട കർത്താവ് പരിശുദ്ധ രക്തവുമായിട്ട് ശരീരവുമായിട്ട് വരുന്നുണ്ട് ദിവ്യകാരുണ്യത്തിലൂടെ. ഇവിടെയല്ലാതെ എവിടെയാ ദൈവമക്കളെ നമുക്ക് ആശ്വാസം ലഭിക്കുക? എല്ലാവരും അണയണം ഇമ്മാനുവേലായ ദൈവകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക്. ശാലോം TV-യിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാം, ഇമ്മാനുവേൽ എന്ന പ്രോഗ്രാം, ദൈവം നമ്മോടുകൂടെ വസിക്കുന്ന അനുഭവത്തിലേക്ക് അനേക ആത്മാക്കളെ നയിക്കട്ടെ. ഇതൊരു പ്രഹസനമായിട്ട് ആരും കാണരുതേ. മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് നടത്തപ്പെടുന്ന മാധ്യമങ്ങളിലൂടെ ദൈവവിചാരവും ദൈവസ്നേഹവും വളർന്ന് പന്തലിക്കട്ടെ. ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്നുകൊണ്ട് തുളയ്ക്കപ്പെട്ട ചങ്കിൽ സൂക്ഷിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയായ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നമുക്കും ഓടിയണയാം. നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട തുളയ്ക്കപ്പെട്ട ചങ്കിൽ ദിവ്യകാരുണ്യ ഈശോയുടെ തിരുസാന്നിധ്യത്തിൽ ജീവിത ബലി സമർപ്പിക്കാൻ അമ്മയോടൊപ്പം നമുക്കും ഒരുങ്ങാം. ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.